Hi friends, welcome back to the video. ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ അങ്ങോട്ട് ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ തന്നെയായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്നത് ചൈനീസ് അസംബിൾഡിനെ നമ്പാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നതാണ് സത്യം. അത് വാഹനത്തിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ കൊണ്ടല്ല, മറിച്ച് വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സർവീസിനായിട്ട് എവിടേക്ക് ചെല്ലുമെന്ന ഒരു ആശങ്കയാണ് പ്രധാനപ്പെട്ട കാരണമെന്നത്. ഇതിൻ്റെ കാരണമെന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഷോറൂംസ് ഒക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. കുറേ പേർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു നിങ്ങളുടെ ഡ്രീം ഇലക്ട്രിക് സ്കൂട്ടർ ഏതാണെന്ന്. നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും എന്നൊക്കെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ഇതിന് മുന്നേയൊക്കെ കൊമാക്കി TN95 പോലെയുള്ള പല ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും എൻ്റെ ഒരു ഇഷ്ടമുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ വക സ്കൂട്ടേഴ്സിനെ ഒന്നും തന്നെ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. ബജാജ് ചേതക്, TVS iQube, ഏതർ എന്നീ വെറും 3 ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്കൂട്ടറുകൾ എന്ന് പറയുന്നത്. ബജാജും TVSും എന്തായാലും പൂട്ടിപ്പോകില്ല, സർവീസ് കിട്ടുമെന്ന് എന്തായാലും ഉറപ്പാണ്. മാത്രമല്ല വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ ഇവയ്ക്ക് പറഞ്ഞതായിട്ടും ഇതുവരെ കേട്ടിട്ടില്ല. ഏതറിലും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ബജാജ് ചേതക്കിന് കുറച്ച് ഓവർ പ്രൈസും റേഞ്ച് കുറവുള്ളതുമായിട്ട് തോന്നിയിട്ടുണ്ട്. മെയിനായിട്ടും റേഞ്ചിൻ്റെ ഒരു കുറവ് നല്ല രീതിയിൽ എന്നെ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് ബജാജ് ചേതക്കിൽ നിന്ന്. 70 മുതൽ 80 കിലോമീറ്റർ വരെയൊക്കെയാണ് റേഞ്ച് ഞങ്ങൾ താമസിക്കുന്ന വയനാട് പോലുള്ള പ്രദേശങ്ങളിലായിട്ട് ചേതക്കിന് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഏതറിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെയും ഒരു ഷോറൂം വയനാട്ടിൽ വന്നിട്ടില്ല. ഇതിന് കുറച്ച് ഓവർ പ്രൈസിലായിട്ടും ഏതറിന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റോറേജ് സ്പേസും കാര്യമായിട്ട് വരുന്നില്ല ഇതിന്. പിന്നീട് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TVSൻ്റെ iQube ആണ്. പക്ഷേ ഇതുവരെ ഇറങ്ങിയ TVSും TVS Sഉം അല്ലാതെ ഇനി അങ്ങോട്ട് ഇറങ്ങാനിരിക്കുന്ന iQube ST ആണ് എൻ്റെ ഒരു ഡ്രീം ഇലക്ട്രിക് സ്കൂട്ടർ എന്നത്. കാരണം എന്നത് മെയിനായിട്ടും ഇതിൻ്റെ ഒരു റേഞ്ച് തന്നെയാണ്. 145 കിലോമീറ്റർ റിയൽ റേഞ്ച് എന്നാണ് പറയുന്നതെങ്കിലും കുറഞ്ഞത് 100 കിലോമീറ്ററെങ്കിലും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ഒട്ടനേകം സ്മാർട്ട് ഫീച്ചേഴ്സും ഇതിന് വരുന്നുണ്ട്. കൂടാതെ മോട്ടോർ പവർ 4.4 കിലോവാട്ട് പീക്ക് പവറും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ കയറ്റമൊക്കെ കയറാനായിട്ട് നല്ലതാണെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇവിടെയുള്ള വയനാട്ടിലൊക്കെ നല്ല നല്ല കയറ്റങ്ങളുണ്ട്. അതൊക്കെ കയറാൻ ഒരു ബെറ്റർ ആയിട്ടാണ് TVS iQube ST തോന്നിയിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇഷ്ടപ്പെടാനും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത്. എന്തായാലും എൻ്റെ ഒരു ഡ്രീം ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഇതാണ്. iQube ST എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കുറേ ആളുകൾ എന്നെപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് iQube ST എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.